രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഇതാണ്. ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. പിന്നെ ഇതാ ഇത് മുതൽ ഇതുവരെയുള്ള ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ. ഇത്രയേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 45, 45, 90 അതുപോലെ 30, 60, 90 ഈ ഫോമിലേക്ക് ട്രയാങ്കിൾ മാറ്റാൻ കഴിയുമോ എന്ന് നോക്കുക. അപ്പോൾ ഈ ട്രയാങ്കിൾ അങ്ങനെ മാറ്റാൻ കഴിയും. എങ്ങനെയാണ്? ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 45, 45, 90 എന്ന മെഷറിലെ ആംഗിളും 30, 60, 90 എന്ന മെഷറിലെ ആംഗിളും കിട്ടും. ഇനി നമുക്കിത് ഈസിയാണ്. അപ്പോൾ ഇത് ആദ്യം എഴുതി വയ്ക്കുക. എഴുതി വെച്ചാലേ നമുക്ക് കണക്ക് തെറ്റാതെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ആദ്യം ചെയ്ത് വയ്ക്കുക. ഇത് മെഷറോടെ എഴുതി വെച്ച് പോവുക. 45, 45, 90 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ ആദ്യം ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. പേര് കൊടുത്തു ABD. ABD എന്നാണ് പേര് കൊടുത്തത്. നോക്കൂ, ഇവിടെ മെഷറില്ല, വേറെ മെഷറില്ലാത്തതുകൊണ്ട് ADയെ X എന്ന് കൊടുത്തു, അതുപോലെ BDയെയും X എന്ന് കൊടുത്തു. മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? 45ന് നേരെ 1, 45ന് നേരെ ഉള്ള സൈഡിൽ 1 കൊടുക്കുക, 90ക്ക് നേരെ √2. അപ്പോൾ നമുക്കിവിടെ സൈഡുകളുടെ മെഷർ എഴുതാം. AD എന്ന് പറയുന്നത് X. AD ഈസ് ഈക്വൽ ടു X സെൻറ്റിമീറ്റർ. ഓക്കെ. അടുത്ത് BD എന്ന് പറയുന്നത് അതും എത്ര തന്നെയാണ്? X സെൻറ്റിമീറ്റർ. ഇനി AB എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? മെഷർ X ആണ്, റേഷ്യോ 1 ആണ്. ആ മെഷറിനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡിൻ്റെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ കിട്ടും? X/1 X ഇൻറ്റു √2 എന്ന് വെച്ചാൽ √2X എന്ന് കിട്ടും. √2X സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ട്രയാങ്കിളാണ് 30, 60, 90. 30, 60, 90 ആണ്. അപ്പോൾ നോക്കൂ, അവിടെയും നമ്മൾ സൈഡിന് പേര് കൊടുത്തിട്ടുണ്ട്, ആംഗിൾസിന് പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ്? BDC. അപ്പോൾ ഇവിടെ എന്തില്ല? BDക്ക് മെഷറില്ല, X എന്ന് കൊടുത്തു. DC ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കാണുന്നത്? തൊട്ടടുത്ത സൈഡ് നോക്കുക. മെഷർ X ഉണ്ട്, റേഷ്യോ ഉണ്ട്. അപ്പോൾ മെഷർ ഡിവൈഡ് ബൈ √3 അല്ലേ? റേഷ്യോ X ഡിവൈഡ് ബൈ √3 ഇൻറ്റു നമുക്ക് കാണേണ്ടുന്ന പക്ഷേ ഇതാ DC 1. ഓക്കെ, ഇതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ DC എന്ന് പറയുന്നത് X ഡിവൈഡ് ബൈ √3 സെൻറ്റിമീറ്റർ. ഇനി BD എന്ന് പറയുന്നത് DC എന്ന് പറയുന്നത് X/√3 ആണ്. X/√3 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതേ ഇൻറ്റു ഇത് അല്ലേ? അതായത് X√3 ഇൻറ്റു 2. X√3 ഇൻറ്റു 2 ആണ് ഇത് BC എന്ന് പറയുന്നത്. ഇതെങ്ങനെ വരും? 2X ഡിവൈഡ് ബൈ √3. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുമ്പോൾ നമുക്ക് ഏതിൻ്റെയാണ് കാണേണ്ടത്? ഇതല്ലേ? ഇതിൻ്റെ മൊത്തത്തിൻ്റെയാണ് കാണേണ്ടത്. അപ്പോൾ ABC അല്ലേ? ABC എന്നാണ് വരുന്നത്. അങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്, ABC. അപ്പോൾ AC എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. AC എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. എഴുതി വയ്ക്കാം. AC ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. നമ്മൾ ഈ AC കണ്ടുപിടിച്ചല്ലേ? അതേതാണ്? AD to DC. AD എത്രയാണ് കിട്ടിയത്? X. AD X. അടുത്ത് DCയോ X/√3 എന്നും കിട്ടി. X/√3. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? AC എന്ന് പറയുന്നത് AD പ്ലസ് DC. ഓക്കെ, AD പ്ലസ് DC ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. AD എത്രയാണ് കിട്ടിയിരിക്കുന്നത്? X അല്ലേ? X പ്ലസ് DC X/√3.
√3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. √3x പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 4√3 എന്ന് പറയും അല്ലേ. ഇവിടെ ആൾറെഡി ഒരു √3 അല്ലേ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ √3 ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഈ സൈഡും കൂടി എന്ത് ചെയ്യുക, √3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. കോമൺ ആയിട്ട് എടുക്കുക അല്ലേ. എക്സ് 1 പ്ലസ് √3 അല്ലേ. എക്സ് ഇൻറ്റു 1 പ്ലസ് √3യുടെ എക്സ്പാൻഷനാണ് ഇത് അല്ലേ. എക്സ് ഇൻറ്റു 1 എക്സ്, എക്സ് ഇൻറ്റു √3 എക്സ്. അപ്പോൾ അതിനെ ഷോർട്ടൺ ചെയ്ത് എഴുതുക. വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു ഇത് എന്താണ് 4√3 ഡിവൈഡ് ബൈ ഇത് ഇപ്പുറത്തേക്ക് വരും അല്ലേ. ഇവിടെ ഗുണനമാണ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി മാറും. അപ്പോൾ 1 പ്ലസ് √3 4√3 ഡിവൈഡ് ബൈ 1 പ്ലസ് √3. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എങ്ങനെയാ ഹാഫ് ബ്രെഡ്ത്ത്. അവിടെ ഹൈറ്റിന് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, എക്സ് എന്നാണല്ലേ. ഹൈറ്റിന് നമ്മൾ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിഗർ നോക്കിയാൽ അറിയാം. നോക്കൂ, ഹൈറ്റ് ഇത് അല്ലേ. ഈ ബി ഡി എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ ഇതിൻ്റെയും ബി ഡി എന്ത് തന്നെയാണ്, എക്സ് ആണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ്, ആ എക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചത്. അപ്പോൾ ഹാഫ് 4√3 ഡിവൈഡ് ബൈ 1 പ്ലസ് √3 ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ബ്രെഡ്ത്താണ് ഏത്, ഈ 4 സെൻറ്റിമീറ്റർ അല്ലേ. 4 സെൻറ്റി ഇൻറ്റു 4 സെൻറ്റിമീറ്റർ. 4 ഇൻറ്റു 4 16√3 ഡിവൈഡ് ബൈ ഹാഫ് ഉണ്ട്, ഹാഫ് ഇൻറ്റു 16√3. ഇത് രണ്ടും കൂടെയാണ് മൾട്ടിപ്ലൈ ഉണ്ട്. 4 ഇൻറ്റു 4 16 ഇൻറ്റു √3 ഡിവൈഡ് ബൈ 1 പ്ലസ് √3. നോക്കൂ, ഹാഫ് ചെയ്യുമ്പോൾ മുകളിലത്തത് മാത്രം ഹാഫ് ചെയ്യുക. എത്ര, 16ൻ്റെ ഹാഫ് 8 8√3 ഡിവൈഡ് ബൈ 1 പ്ലസ് √3 അല്ലേ. മുകളിലത്തേനെ മാത്രം ഹാഫ് ചെയ്യുക. 16ൻ്റെ ഹാഫ് 8√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് √3 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയയാണ്, അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇത് മനസ്സിലാകും. ആ കാൽക്കുലേഷനും വാല്യൂ ഒക്കെ വരുന്നത് നന്നായിട്ട് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.